ചുങ്കത് ജ്വല്ലറി. അനുഭവം അതാണ് സത്യം. നിന്റെ സിയോന് ഇല്ലാത്ത സീരിയസ്നെസ് നിനക്ക് വേണ്ടാന്നുള്ളത് ഈഗോ പ്രോബ്ലം. അങ്ങനെയാണ് ഞാൻ ആ ഡിസിഷനിലേക്ക് എത്തുന്നത്. ഇനി ഞാൻ പട്ടാളത്തിൽ സർവീസ് ചെയ്യുന്നില്ല. ഞാൻ അതർവൈസ് എൻ്റെ കരിയറിൽ എവറിതിങ് വാസ് ഗോയിങ് വെരി സ്മൂത്ത്. എൻ്റെ പ്രൊമോഷനൊക്കെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലായി, ഇനി മുന്നോട്ട് ഇതുപോലുള്ള ആളുകളെ ഞാൻ കാണണം. നിങ്ങൾക്ക് പിണറായി വിജയനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ മാറി വയ്ക്കും. ഇപ്പോഴും എൻ്റെ നട്ടൽ ഈ 63 വയസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ മരിച്ചാലും നിങ്ങൾ എനിക്കൊന്നും തരണ്ട. സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നത് ഏതൊരു റിയൽ സോൾജേഴ്സും വുഡ് ലവ് ടു ഡു ഇറ്റ്. ശരി, അപ്പോൾ നമ്മളൊരു ഓഫീസറായി ഒരുപക്ഷെ ഒരു സാധാരണ ജവാനിൽ നിന്ന് പിന്നീട് മേജർ എന്ന് പറയുന്ന ആളിലേക്ക് വളർന്നു. വളരെ സർവീസിലും ഗുഡ് എൻട്രിയാണ്. നിരന്തരം ഒരുപാട് കേട്ടിട്ടുണ്ട് കഥകളെല്ലാം തന്നെ. പക്ഷേ എന്തുകൊണ്ടാണ് പട്ടാളത്തിൽ നിന്ന് പെട്ടെന്നൊരു വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കേണ്ടി വന്നത്? ചില സന്ദർഭങ്ങൾ, ഇപ്പോൾ കാർഗിലിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസിഡൻറ്റ്, ഒരു നിമിത്തമായിട്ട് തന്നെ ആവാതെ ഞാൻ 1996 ജൂലൈ 16 ഞാൻ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് എഴുതിയിട്ട് അതിനകത്ത് ഇതായിരുന്നു എഴുതിയിരുന്നത്. അത് ഞാൻ സോഴ്സ് ത്രൂ കിട്ടിയിട്ടുള്ള അത് ഞാൻ 3 രാത്രി ഒരു കുന്നിൻ്റെ മുകളിലിരുന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വിത്ത് ഫോട്ടോഗ്രാഫ് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് തിരിച്ച് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് റിപ്പോർട്ട് എഴുതി. അന്നൊന്നും ടൈപ്പ് റൈറ്റർ മെഷീനൊന്നും ഇല്ല, ഉള്ളത് കൈകൊണ്ട് തന്നെ എഴുതിയത് എനിക്കിന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ അത് എഴുതിയിട്ട് ജൂലൈ 16 എന്നുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഡേറ്റ് ഞാൻ എഴുതിയത് എനിക്കിന്ന് ഓർമ്മയുണ്ട്. അതിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാനി ഗൺ പൊസിഷൻസ് ആർ കമ്മിങ് ക്ലോസ് ടു ദ ലൈൻ ഓഫ് കൺട്രോൾ ബൈ 3 കിലോമീറ്റേഴ്സ്. 3 കിലോമീറ്റർ ഷോർട്ടായിട്ട് എത്തിയിട്ടുണ്ട് അവന്മാരുടെ ഗൺ പൊസിഷൻസ്. അത് 3 ഫോട്ടോഗ്രാഫും എടുത്തിട്ട്, അപ്പോൾ എങ്ങനെയാണ് ഈ ഗൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ റൗണ്ടിലുള്ള കുഴികളായിരിക്കും ഗണ്ണിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോഗ്രാഫ് അടക്കം ഞാൻ എൻ്റെ സോഴ്സിനെ കൊണ്ട് എടുപ്പിച്ച് കൊണ്ടുവന്ന് ഇതടക്കം അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ ഈ റിപ്പോർട്ട് കാർഗിലിൽ നിന്ന് ലേയിലേക്ക് അയക്കുകയാണ്. ഹയർ ഓഫീഷ്യൽസിന് ഹെഡ് ക്വാർട്ടേഴ്സ് ലേയിലാണ്. അപ്പോൾ ലേയിൽ നിന്ന് അത് ഡൽഹിക്ക് പോകണം. അപ്പോൾ നിങ്ങളൊക്കെ അന്ന് വായിച്ചു കാണുമായിരിക്കും. അപ്പോൾ ലേയിലേക്ക് പോകേണ്ടതാണ്. ഞാനത് അയച്ചു കൊടുത്ത് നവംബർ മാസത്തിൽ പിന്നെ ഞാനവിടെ ലേയിൽ പോവാണ്. അപ്പോൾ അവിടെ സിഒ ലീവിന് പോയി. അപ്പോൾ പിന്നെ സീനിയർ മോസ്റ്റ് ഞാനാണ്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പഴയ ഫയലുകളൊക്കെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ പല സ്ഥലത്തുനിന്നും വന്നിട്ടുള്ള ഫയലുകളൊക്കെ അവിടെ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഓരോന്നെടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഫയൽ പോയിട്ടുള്ളതും ഞാൻ നോക്കുകയാണ്, കാർഗിൽ എന്നുള്ളത്. അപ്പോൾ എന്ന് വന്നിട്ടുള്ള ഹിമാചലിൽ നിന്ന് വന്നിട്ടുള്ള ഫയൽ അതെല്ലാം നോക്കി എൻ്റെ ഫയലുകൾ നോക്കുമ്പോൾ എൻ്റെ ഫയൽ, ഞാൻ എഴുതിയിട്ടുള്ള ഫയൽ, ഈ 16ാമത്തെ റിപ്പോർട്ട് അതവിടെ കിടക്കുന്നു. അപ്പം ഞാനെടുത്തിട്ട് ഞാൻ ചോദിച്ചതിൻ്റെ കോപ്പി അപ്പോൾ അതിനകത്ത് റെക്കോർഡൊന്നുമില്ല. ഫോർവേഡ് ടു MI-25 എന്നുള്ളതൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ആ സുൽത്താൻ മേജറെ വിളിച്ചു. ഇതിൻ്റെ റിപ്പോർട്ട് എന്താണ് ഡൽഹിക്ക് അയക്കാമെന്ന് ചോദിച്ചു. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, മുझे नहीं पता ऐसा. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിവേ 4 മാസത്തിൻ്റെ ഗ്യാപ്പല്ലേ ഉള്ളൂ, എന്നാലും അയച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഞാനത് ഒക്കെ റെഡിയാക്കിയിട്ട് കവറിങ് ലെറ്റർ ആക്കിയിട്ട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡൽഹിക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ലെറ്റർ ഞാൻ 16 തീയതി ജൂലൈ 16 അയച്ചിട്ടുള്ള ലെറ്റർ ഇവിടെ കിടപ്പുണ്ട് സർ. അത് യു ഗോട്ട് ടു ഐ ആം സെൻഡിങ് ഇറ്റ് ഫോർവേഡിങ് ബിക്കോസ് ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അയാളപ്പുറത്തുനിന്ന് ഒരു ബ്രിഗേഡിയർ അവിടുന്ന് ഇങ്ങോട്ട് എന്നോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യണം. ഷൗട്ട് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു നിൻ്റെ സിഒ അത് അയച്ചിട്ടില്ലെങ്കിൽ നീ ആരാണത് അയക്കാൻ? അവിടെ ബോധ ഫോർ ഇറ്റ് എന്നുള്ളത്. അപ്പം അതല്ല സർ, സീരിയസ് മാറ്ററാണെന്നുള്ളത്. നിൻ്റെ സിഒന് ഇല്ലാത്ത സീരിയസ്നെസ് നിനക്ക് വേണ്ടാന്നുള്ളത് ഈഗോ പ്രോബ്ലം. അപ്പം ഞാൻ സുരേഷ്, ഞാനൊരു ഗാലറി മെഡൽ വിന്നറാണ്, ഞാനൊരു ഫൈറ്റർ കമാൻഡോയാണ്. എനിക്ക് ഗ്രൗണ്ട് ലെവലിലുള്ള സംഭവങ്ങൾ ഞാൻ ഈ പേപ്പർ ടൈഗേഴ്സിനേക്കാൾ ബെറ്ററായിട്ട് എനിക്കറിയാം. ഈ പേപ്പർ ടൈഗർ എന്ന് പറയുന്നത് പലരും ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരുന്നിട്ട് പേപ്പർ കൊണ്ട് ഒരു കഥകളുണ്ടാക്കും. പക്ഷേ ഗ്രൗണ്ടിലെത്തുന്ന സമയത്ത് ഈ പേപ്പറിലത്തെ കഥയും
ഗ്രൗണ്ടിലെത്തുമ്പോൾ സംഭവം രണ്ടും രണ്ടാണ്. തോക്കെടുത്ത് വെടിവെക്കുന്നതും പേപ്പറിൽ വെടിവെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാനും ഈ ബ്രിഗേഡിയറുമായിട്ട് ഉടക്കായി. ഒരു മലയാളിയായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. പിന്നീട് അദ്ദേഹം ഒരു ജനറലായിട്ട് റിട്ടയറിന് ശേഷവും ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് എനിക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മേജർ രവി ഇന്നും അങ്ങനെയാണ്, അന്നും അങ്ങനെ തന്നെയായിരുന്നു പട്ടാളത്തിലും. അങ്ങനെ ഇങ്ങേരുമായിട്ട് ഉടക്കായി. ഞാൻ പറഞ്ഞു ഐ ആം ഫോർവേഡിങ് ദിസ് ലെറ്റർ. ഇതിവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോയി, നിങ്ങളതിന് ആക്ഷൻ എടുക്കുക എന്ത് വേണമെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ ആ ലെറ്റർ അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ഞാനും ഇദ്ദേഹമായിട്ട് ഉടക്കായല്ലോ. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കാരിയർ ഇതുവരയ്ക്ക് വളരെ നല്ല കാരിയറായിരുന്നു. എൻ്റെ OAP എന്ന് പറയുന്നത് ഓവറോൾ പെർഫോമൻസ് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ അന്ന് എനിക്കുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ലൈക്ക് 8.9 ലെവലിലേക്ക്. കാരണം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വൺ ഓഫ് ദ ടോപ്പ് ലെവലിലേക്ക് നിൽക്കുക. എൻ്റെ ബാച്ചിലൊക്കെ അത്രയും ടോപ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണ്. അങ്ങനെ ഒരാഴ്ച ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, ഇത് പ്രശ്നമാവും, ഇനിയിപ്പോൾ ഇയാൾ ഇതുവരെ ഉണ്ടായിരുന്ന കാരിയർ മുഴുവൻ ഇയാൾ തുലയ്ക്കും. കാരണം എന്നെ വാർണിംഗ് ഒക്കെ ചെയ്തു, നീ ലെറ്റർ അയക്കാൻ പാടില്ലാന്ന്. ഞാൻ അയച്ചു കൊടുത്തു, കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ മാറ്ററാണത്. ഈ മാറ്റർ നിങ്ങൾ കാർഗിൽ യുദ്ധത്തിന് ശേഷം നിങ്ങൾ കേട്ട് കാണും, ഇൻ്റലിജൻസ് ഫെയിലിയർ കേട്ടിട്ടില്ലേ? ഒരു ബ്രിഗേഡിയറിനെ അവിടെ കോർട്ട് മാർഷൽ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ ഉണ്ടായിരുന്നു. അത് പാവുമ്പോൾ ആ ബ്രിഗേഡിയറിൻ്റെ കുറ്റമല്ലാതെ, ഞാനിപ്പോഴും പറയുന്നു ആ ബ്രിഗേഡിയറിൻ്റെ ഇൻ്റലിജൻസ് ഫെയിലിയർ ആണെന്ന് പറയുന്നത് തെറ്റാണ്. താഴെന്ന് തന്നെ പല സ്ഥലങ്ങളിലും ഇൻ്റലിജൻസ് ഫെയിലിയർ ഈ ജൂലൈ 16 റിപ്പോർട്ട് പോലുള്ള പല റിപ്പോർട്ടുകളും കെട്ടിക്കിടന്നു. ഇത് കൊളീറ്റ് ചെയ്തിട്ടില്ല. അപ്പം അവിടെ ഞാനെടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത്, എന്നെപ്പോലുള്ള ആൾക്കാർ 3 രാത്രിയിൽ ഒരു മരട മുകളിലിരുന്ന് ഞാനും എൻ്റെ ജെസിയും വേറൊരു ജവാനും കൂടിയിട്ട് ഒരു കമ്പിളിയും പുതച്ചിട്ടൊരു പാറയുടെ സൈഡിലിരുന്നുണ്ട് രാത്രിയും പകലും സുരേഷ് മരട മുകളിൽ ഒരു കമ്പിളിയും പുതച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞയച്ചിട്ടുള്ളവനെ തിരിച്ചു വരുന്നവരേക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഇവൻ പാകിസ്ഥാനിൽ നിന്ന് ഇൻഫർമേഷൻ കൊണ്ടുവരുന്നത് വേണ്ടിയിട്ട്. കാരണം ഇവൻ വഴിയിലെവിടെയും വേറെ ആർക്കെങ്കിലും കൊടുക്കാതിരിക്കാനും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോർഡറിൽ തന്നെ നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ആ ഇൻഫർമേഷൻ അത് അവിടെ കറക്റ്റ് സ്ഥലത്ത് എത്തുന്നില്ലെങ്കിൽ ഞാനെന്തിനാണ് ഇവിടെ സർവീസ് ചെയ്യുന്നത്? സോ ഇന്ന് നിങ്ങൾ മേജർ രവി വെട്ടിത്തുറന്ന് പറയും എന്ന്, അന്നും ഇതേപോലെ വെട്ടിത്തുറന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഇനി ഞാനിവിടെ ഇരുന്നിട്ട് കാര്യമില്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ ഐ പുട്ട് അപ്പ് മൈ പേപ്പർ. അങ്ങനെയാണ് ഞാൻ ആ ഡിസിഷനിലേക്ക് എത്തുന്നത്. ഇനി ഞാൻ പട്ടാളത്തിൽ സർവീസ് ചെയ്യുന്നില്ല. ഞാൻ അതർവൈസ് എൻ്റെ കരിയറിൽ എവറിതിങ് വാസ് ഗോയിങ് വെരി സ്മൂത്ത്. എൻ്റെ പ്രൊമോഷനൊക്കെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലായി, ഇനി മുന്നോട്ട് ഇതുപോലുള്ള ആളുകളെ ഞാൻ കാണണം. ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടായിരിക്കും. ഇതുപോലെ പണിയെടുക്കാൻ താല്പര്യമില്ലാത്തവന്മാരുടെ മുമ്പിൽ ഞാൻ പോയി പെടും എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടുന്ന് കാർഗിൽ നിന്ന് എൻ്റെ പോസ്റ്റിംഗ് കിട്ടുന്നത് ജമ്മുവിലേക്കായിരുന്നു. ജമ്മുവിൽ വന്ന വഴിക്ക് തന്നെ ഞാൻ എൻ്റെ റെസിഗ്നേഷൻ പേപ്പറും കൊണ്ടിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന കേണൽ ഷെനോൺ സിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നീട് ജനറലായിട്ട് റിട്ടയർ. കേണൽ ഷെനോൺ സിംഗിൻ്റെ അണ്ടറിലായിരുന്നു ഞാൻ ചെന്നിട്ട് ഫയലുമായിട്ട് ഫുൾ യൂണിഫോം ഇട്ടിട്ട് എന്നെ ചെന്ന് ഓയ് തും ആകെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എന്നെ അറിയാവുന്നൊരു പാര കമാൻഡോൻ്റെ ഓഫീസറായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വന്നു സാർ, ഈ ഫയൽ ഇതാ കിടക്കുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ റെസിഗ്നേഷനാണ്. ഷോക്കില്ല. അദ്ദേഹം എന്നെ നോക്കിയിട്ട്, നിനക്ക് ഈ പട്ടാളം പറ്റില്ല, നിന്നെപ്പോലെ ഇങ്ങനെ ഈ ഔട്ട്റൈറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ശരിയാവില്ല, നീ പട്ടാളം വിട്ടുപോയിക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം ഒരു ജനറലായിട്ട് റിട്ടയർ ചെയ്ത് എന്നെ നല്ലപോലെ അറിയുന്ന ഒരു പാരാക്കമാണ്ട് പറഞ്ഞത്, നീ ഇങ്ങനെ ഈ വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊന്നും നിന്നെ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ അവിടുന്ന് അത് അപ്രൂവായി. ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്നു. അവിടുന്ന് ഞാൻ കുറച്ചൊന്ന് പുള്ളൊക്കെ വലിക്കേണ്ടി വന്നു. ഞാൻ സ്ട്രിങ്ങൊക്കെ പുള്ള് ചെയ്ത് അവസാനം ഞാൻ 98 ഏപ്രിലായപ്പോഴത്തേക്കും എൻ്റെ റെസിഗ്നേഷൻ റെഡിയായി. ഞാൻ പോന്നു പുറത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അന്ന് ഷെനോൺ സാറ് പറഞ്ഞതെല്ലാം കറക്റ്റാണെന്നുള്ളത് പിന്നീട് മനസ്സിലായി. പിന്നീട് പലയിടത്തും മനസ്സിലായി. അത് ഞാൻ ഇറങ്ങിപ്പോരുന്ന സമയത്ത് എനിക്ക് എന്താണ് ജോലി, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇറങ്ങി പോന്നു ജമ്മുന്ന്. വണ്ടിയിലിരുന്ന് കുറേ കരഞ്ഞു. കാരണം എന്നെ യാത്രയാക്കാൻ വന്ന പട്ടാളക്കാർ റെയിൽവേ വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത്
ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് വാതിലവിടെ വന്ന് തിരിച്ച് ആ റെയിൽവേ വണ്ടി ഇങ്ങനെ പോന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് സ്റ്റേഷൻ കാണാതെയാവും. ഈ കാണാതെ ആവുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാൻ ഈ 24 വർഷം ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർ ഇനി ഞാനിവരെ കാണില്ല, ഇനി കാലത്ത് എന്നെ സല്യൂട്ട് ചെയ്യാൻ ഇവരാരും ഉണ്ടാവില്ല. ഈ ഒരു മിസ്സിങ് ഉണ്ടല്ലോ, അത് ആ സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. വണ്ടി അങ്ങ് വളഞ്ഞപ്പം ജമ്മു സ്റ്റേഷനിൽ നിന്ന് വളഞ്ഞ് ഒറ്റപ്പെട്ട പാളത്തിലേക്ക് എത്തിയപ്പോൾ പിന്നെ എനിക്ക് ആരെയും കാണുന്നില്ല. ഞാനാണ് കരച്ചു തുടങ്ങി. കരഞ്ഞ് വന്നപ്പോഴത്തേക്കും വൈഫും മോനൊരു മോൻ അന്ന് 4ാം ക്ലാസ് പഠിക്കുന്നതാണല്ലോ. എല്ലാം കൂടെ അന്തം വിട്ടിരുന്ന് നോക്കുകയാണ്. വൈഫ് നോക്കുക, ഞാൻ തേങ്ങി കരയാണ്. വണ്ടിയിലിരിക്കുന്ന ആൾക്കാർ മുഴുവൻ നോക്കുന്നു. ഞാനിത് കുറേ നേരം ഒന്ന് കരഞ്ഞ്. അപ്പോൾ പിന്നെ വൈഫ് അവൾക്ക് മനസ്സിലായി എന്താണ് സംഭവം. ആ സമയത്ത് എനിക്ക് പട്ടാളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. അത് ഇന്നും മിസ് ചെയ്യുന്നുണ്ട്. അന്നൊരു പക്ഷേ ആ തീരുമാനം തെറ്റായിരുന്നു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ അകത്ത് നിന്നുകൊണ്ട് എനിക്കിതൊക്കെ ഫൈറ്റ് ചെയ്ത് ശരിയാക്കാം, അല്ലെങ്കിൽ ഒരു വിധമെങ്കിലും സാധിക്കില്ല. നമ്മൾ ഒരു സിസ്റ്റമായിട്ട് നീ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിന്നെക്കൊണ്ട് ആ സിസ്റ്റത്തിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ഷുഡ് വാക്ക് ഓഫ്. അല്ലാതെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട്, ഇപ്പം ഞാൻ പറയുന്നു, നിങ്ങളിപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാരിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് പിണറായി വിജയനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ മാറി വയ്ക്കുക. അല്ല അവിടെ നിന്നുകൊണ്ട് എനിക്ക് അവിടുത്തെ ശമ്പളവും വേണം, എനിക്ക് അവിടുത്തെ ഔദാര്യം മുഴുവൻ വേണം, എന്നിട്ട് ഞാൻ അങ്ങേരായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് യു ആർ എ റാസ്കൽ. നിങ്ങൾ സെൽഫിഷാണ്. ഞാൻ സെൽഫിഷ് അല്ലായിരുന്നു. എനിക്ക് ഈ സിസ്റ്റത്തിനെ നേരെയാക്കാൻ പറ്റില്ല. ഇവിടെ ഇതുപോലുള്ള സീനിയേഴ്സ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിഡ്രോ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാനങ്ങ് പോരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ബാച്ച്മേറ്റ്സും എൻ്റെ സീനിയേഴ്സും പറഞ്ഞു, രവി, യു ആർ നോട്ട് ലൂസിങ് ദ ആർമി ഈസ് ലൂസിങ് യു. അത് കേൾക്കാനൊരു സുഖമുണ്ട്. പക്ഷേ ആർമി വിൽ നോട്ട് ലൂസ് ആൻ ഇൻഡിവിജ്വൽ. കാരണം എന്നെപ്പോലുള്ള ഒരാൾ പോയി കഴിഞ്ഞാലും ആർമി വിൽ റൺ. ഞാൻ മരിച്ചാലും ആർമി മുന്നോട്ട് പോകും. ഈഗോയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആർമി ഇങ്ങനെ അത് സിസ്റ്റമാണ്. ആ സിസ്റ്റം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ, നിനക്ക് നട്ടെല്ലുണ്ട് എങ്കിൽ അത് ബെൻഡ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഇറങ്ങി പോരണം. അല്ലാതെ അവിടെ നിൽക്കുക, നട്ടെല്ലാം ബെൻഡ് ചെയ്ത് എന്നിട്ട് അവരെ ഏത് പൊസിഷൻ വരെ ഞാൻ എത്തുമായിരുന്നു. ഞാനൊരു ബ്രിഗേഡിയർ പ്ലസ്, കാരണം ഇല്ലെങ്കിൽ എൻ്റെ വയസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രിഗേഡിയർ മേജർ ജനറൽ വരയ്ക്ക് എത്തും. അപ്പോഴത്തേക്കും എൻ്റെ ഏജ് ഓവറാവും. കാരണം ഞാൻ ഈ റാങ്കിൽ നിന്ന് വന്നിട്ടുള്ളതുകൊണ്ട്. അപ്പം എന്നിട്ടെന്താണ്, അപ്പോഴത്തേക്കും എൻ്റെ നട്ടലൊക്കെ വളഞ്ഞ് വാഴപ്പിണ്ടി ആയിട്ടുണ്ടാവും. ഇപ്പോഴും എൻ്റെ നട്ടല് ഈ 63 വയസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാർഗിൽ വാർ വന്ന സമയത്തും അതുപോലെ ഈ സർജിക്കൽ സ്ട്രൈക്കൊക്കെ ഉണ്ടായ സമയത്ത് ഒരു പക്ഷേ ഒരു ഉള്ളിലെ പട്ടാളക്കാരനൊന്ന് അവിടെ പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം അല്ലേ? അതിപ്പോഴും ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ പോലും ഞാനൊരു ലെറ്റർ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. പ്ലീസ് സെൻഡ് മീ ടു കാശ്മീർ ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു, ഞാൻ അറിയുന്ന ഒരു ബറ്റാലിയൻ അവിടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ടെക്നിക്കൽ അപ്രോച്ച് ടുവേഴ്സ് ദ മിലിറ്റൻസി ഈസ് റോങ്. ഐ ആം റെഡി ടു ഗോ ഫോർ ഇറ്റ് എന്നുള്ള ഒരു ലെറ്റർ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ മെയിൽ അയക്കുന്നുണ്ട്. സാധ്യതയില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഓഫർ, ഞാൻ പറയുന്ന ഓഫർ എന്തായിരുന്നു, ഞാൻ മരിച്ചാലും നിങ്ങൾ എനിക്കൊന്നും തരണ്ട. ഇതിൽ കൂടുതൽ ഓഫർ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നിയമം അത് അനുശാസിക്കുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ ആ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നില്ല? എത്രയോ രാജ്യങ്ങളിൽ മെർസണറി ഫോഴ്സ് പോലെ ആളുകളെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. അവർ പൈസ കൊടുത്തിട്ട് എംപ്ലോയ് ചെയ്യുന്നുണ്ട്. അടിയന്തര ഘട്ടങ്ങളിലൊക്കെ വേണമെങ്കിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് പൈസയും വേണ്ട. അങ്ങനെയൊക്കെയാണ് ഞാൻ മെയിൽ അയക്കുന്നത്. എനിക്ക് ശമ്പളം പോലും വേണ്ട. പക്ഷേ എനിക്കിത് കാണുന്ന സമയത്ത്, അയ്യോ എൻ്റെ പിള്ളേർ ആ ഷോപ്പിയാനിൽ അവരതാ മരിച്ചു പോകുന്നു. എന്താണ് നമ്മൾ വായിക്കുന്ന സമയത്ത്, ദർ വാസ് എ ടെക്നിക്കൽ പ്രോബ്ലം, അവിടെ സ്ട്രാറ്റജി പ്രോബ്ലം ഉണ്ടായിരുന്നു. വൈ ഡിഡ് ഹി ഡു ലൈക്ക് ദിസ്? ഇത് നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ്, അയ്യോ അവിടെ പോയിട്ട് അവന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നല്ലോ, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബഡി ഹാസ് ഗോട്ട് എനി ടൈം ഫോർ ദാറ്റ്. സോ പക്ഷേ ഞാൻ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ മെയിൽ ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. 6 മാസം മുന്നേ ഞാൻ അയച്ചത്.
മെയിലുകൾ. അപ്പോൾ അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് യു ക്യാൻ കോൾ മീ എ മാഡ് മാൻ. എപ്പോഴെങ്കിലും ഒരു പക്ഷേ ഒരു വിളി വരുമായിരിക്കാം. അന്ന് ദാറ്റ് വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് മൂമെൻറ്റ് ഫോർ മീ. പക്ഷേ ഞങ്ങളെ ഇതുവരെയുള്ള ഇത് ഈ കൊതിപ്പിച്ച ഒരു ഇതായിരിക്കും ഈ സർജിക്കൽ സ്ട്രൈക്ക്. ഈ യെസ്, ഐ വിഷ് എന്നൊക്കെ തോന്നുന്നത് നമ്മളവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് തോന്നും. അതുപോലെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നത് ഏതൊരു റിയൽ സോൾജേഴ്സും വുഡ് ലവ് ടു ഡു ഇറ്റ്. നമ്മളൊക്കെ ആ ഏരിയ സർവീസ് ചെയ്തുകൊണ്ടാണ്, മുന്നിൽ നിന്ന ആൾക്കാരല്ലേ, അതുകൊണ്ടാണ് അവിടെ ഇരുന്നത് കൊണ്ട് ഇന്നടത്ത് ഇന്ന ഏരിയയിൽ കൂടെ പോയി ഇന്ന സൈഡിൽ കൂടെ പോകാം, ഓക്കെ അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാം. അതൊരു രസം, ഒരു ത്രില്ലാണ്. ഒരു സാധാരണ ഒരാളുടെ ഒരു സംശയമാണ്. ഇപ്പോൾ ആ ഉറി എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ആ ഒരു പക്ഷിയുടെ ഒരു 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 സിനിമയിലെ ഒരു പക്ഷിയുടെ ഒരു യന്ത്ര പക്ഷിയുടെ ഒരു കാണിക്കുന്നു. ശരിക്കും അത് ഒറിജിനലി ആ സംഭവമാണ്, അതൊരു സിനിമയ്ക്ക് വേണ്ടി. അത് സിനിമയ്ക്കല്ല, അങ്ങനെയുള്ള അതെന്താണെന്ന് വെച്ചാൽ ഈ ബോർഡർ ഏരിയയിലത്തെ ഡ്രോൺസ് എല്ലാം ഒരു പക്ഷിയുടെ പോലുള്ള ഒരു അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവന്മാർ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷി പോകുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ ഡ്രോണിൻ്റെ മുകളിൽ ചെയ്യുന്നില്ല, പക്ഷെ അവിടെ അത് ചെയ്യുന്നതാണ്. പക്ഷെ അത് പക്ഷിയൊന്നല്ല, അതങ്ങനെ ഒരു ലുക്കലേക്ക് അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ ഇപ്പോഴാണ് നിങ്ങളൊക്കെ ഡ്രോൺ കാണുന്നത്. മുമ്പ് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ആ ഡ്രോണൊക്കെ ആർമിക്ക് ഉണ്ടായിരുന്നതാണ്. പക്ഷെ ആ സമയത്ത് അവന്മാർക്ക് തരില്ല, അവർ നോക്കുന്ന സമയത്ത് ഒരു പക്ഷി പോകുന്ന പോലെ തോന്നുള്ളൂ. പക്ഷെ നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്ത് പോന്നിരുന്നു. ഇപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം സൗകര്യങ്ങളൊക്കെ കൂടി, സാറ്റലൈറ്റ് ഫോട്ടോസൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴൊന്നും നമ്മൾ പറഞ്ഞാൽ തീരാവുന്ന കഥകളല്ല ഈ പട്ടാള കഥകൾ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അത് കുറേ പോകുന്നു സുരേഷ്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തോന്നുന്നു, കാരണം സിനിമയിലോട്ട് പോകാം. സിനിമയാണ് അത്.